ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി പുങ്കവനെ SIT അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും തന്ത്രി പുങ്കവനെ പൂണൂലിട്ട കള്ളനെ എങ്ങനെയെങ്കിലും വെള്ളപൂശിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് BJP-ക്കാർ കാശ് കൊടുത്ത് ചെലവും കൊടുത്ത് വളർത്തുന്ന ED ഇന്ന് കേരളത്തിലേക്ക് അയച്ച വാർത്ത നമ്മൾ രാവിലെ തൊട്ട് കാണുകയാണ്. കൃത്യമായി തന്ത്രിയുടെ വീടൊഴിച്ച് ബാക്കിയുള്ള സകല വീടുകളിലും, അതായത് പ്രധാന കുറ്റവാളി കള്ളത്തരം കാണിച്ചത്, മോഷ്ടിച്ചത് തന്ത്രിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം ആരുടെ വീട്ടിലാണ് ED റെയ്ഡ് നടത്തേണ്ടത്? അത് തന്ത്രിയുടെ വീട്ടിലല്ലേ? പക്ഷേ ഇന്ന് നടന്നത് എല്ലാം നേരെ തിരിച്ചായിരുന്നു. അതായത് BJP-ക്ക് കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നു. ED കേരളത്തിലേക്ക് പറഞ്ഞു വിട്ട് തന്ത്രി കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കണം, തന്ത്രിയെ നൈസായിട്ട് എസ്കേപ്പ് അടിക്കണം, കള്ളരര് രാജീവരെ എങ്ങനെയെങ്കിലും വെള്ളപൂശിയെടുക്കണം എന്നൊരു അജണ്ടയായിരുന്നു. അപ്പൊ നേരെ കേരളത്തിലേക്ക് വരുന്നു. അതും SIT അന്വേഷണം, തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് പോയൊരു സാഹചര്യത്തിലാണ് ഈ ED കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് തന്ത്രിയായ കള്ളരര് രാജീവരുടെ വീടൊഴിച്ച് ബാക്കിയുള്ള കുറ്റക്കാരുടെയൊക്കെ വീടുകളിൽ, സകല വീടുകളിലും കയറി ഇറങ്ങി നിരങ്ങുന്ന കാഴ്ചയാണ് രാവിലെ തൊട്ട് കാണുവാനിടയായത്. അതിലെടുത്തു പറയേണ്ടത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി കുറ്റാരോപിതരായിട്ടുള്ള ഇടതുപക്ഷത്തിലെ ചില നേതാക്കന്മാരുടെ വീടുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ EDയുടെ റെയ്ഡ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതായത് എങ്ങനെയെങ്കിലും BJP എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്ത്രിയെ ഇതിൽ നിന്നും കുറ്റവിമുക്തനാക്കണം. നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശബരിമലയ്ക്കകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആക്സസ് കിട്ടിയിട്ടുള്ളത് BJP പ്രവർത്തകർക്കായിരിക്കാം, അല്ലെങ്കിൽ RSS പ്രവർത്തകർക്കായിരിക്കാം. കാര്യം ഹിന്ദുക്കൾ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഹിന്ദുവാണ് എന്നുള്ളൊരു കാരണം മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ശരി, തന്ത്രിയുമായി ഏറ്റവും കൂടുതൽ കണക്ഷനും കോണ്ടാക്റ്റും വന്നിട്ടുള്ളത് BJP-ക്കും RSS പ്രവർത്തകർക്കുമായിരിക്കാം. അവർ ഇതിനുമായി ബന്ധമുണ്ട് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അത്തരത്തിലൊരു കോണ്ടാക്ട് വന്നിട്ടുള്ളത് ഒരുപക്ഷെ BJP-ക്കാർക്കും RSS-കാരുമായിരിക്കാം. കാര്യം തെളിവ് കിട്ടാത്ത സാധനത്തെ കുറിച്ച് നമ്മൾ പുറത്ത് പറഞ്ഞ് അവരെ കരിവാരിത്തേക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു ആക്സസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്, ഇത് തെളിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിൽ BJP-യുടെ കീഴിൽ, അല്ലെങ്കിൽ BJP സർക്കാരിന്റെ കീഴിൽ എന്തിനും റെഡിയായിട്ട് നിൽക്കുന്ന ED ഇത്തരത്തിൽ കേരളത്തിൽ വരികയും കൃത്യമായി ഇടതുപക്ഷ നേതാക്കളുടെ വീടുകൾ മാത്രം ടാർഗറ്റ് ചെയ്യുകയും തന്ത്രിയുടെ വീട്ടിന്റെ അയൽവക്കത്ത് പോലും പോകാതെ മാറി നിന്ന് ഇത്തരത്തിലുള്ള റെയ്ഡ് സാധ്യമാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ BJP-യുമായിട്ട് കൃത്യമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് എന്തോ ബന്ധമുണ്ടെന്ന് അർത്ഥമില്ലേ? ഈ അർത്ഥത്തെ തന്നെയാണ് മുൻനിർത്തി ചോദിക്കുകയാണ്. എന്തുകൊണ്ട് തന്ത്രി പ്രധാനപ്പെട്ട കുറ്റക്കാരനായ ഈ കേസിൽ തന്ത്രിയുടെ വീട് ഒഴിച്ചു നിർത്തിക്കൊണ്ട് ED ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടത്തി? ഇത് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോ ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്, കൃത്യമായി ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. കാര്യം ED വരുന്നു, അതും പ്രത്യേകിച്ച് SIT ശബരിമലയിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി പോകുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ED വരുന്നു, തന്ത്രിയുടെ വീട് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ വീടുകളിലേക്ക് റെയ്ഡ് നടത്തുന്നു. എന്താണ് തന്ത്രിക്ക്, എന്താണ് അവിടെ പ്രത്യേകത? ഈ പൂണൂലിട്ട കള്ളനാണ് തന്ത്രി എന്ന് കൃത്യമായി തെളിവ് സഹിതം SIT പുറത്തു കൊണ്ടുവന്ന സത്യമാണ്. എന്നിട്ടും തന്ത്രിയെ ടാർഗറ്റ് ചെയ്യാതെ കൃത്യമായി സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെ വീട്ടിലേക്ക് തള്ളിക്കയറി, ഇരച്ചു കയറിയത് എന്തുകൊണ്ടാകാം എന്നുള്ള ചോദ്യത്തിലുണ്ട്. എന്തുകൊണ്ടാണ് തന്ത്രിയെ പലരും സേഫ് ആക്കാൻ ശ്രമിക്കുന്നത്? തന്ത്രി അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ BJP പ്രവർത്തകർ തന്ത്രിയുടെ വീട്ടിലേക്ക് പോവുകയും തന്ത്രിയുടെ വീട്ടിൽ പോയി തെളിവുകൾ നശിപ്പിച്ചോ എന്നുള്ള ചോദ്യം പോലും ഉയർന്നിരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ED ഒരു റെയ്ഡുമായിട്ട് തന്ത്രിയുടെ പടിക്കൽ പോലും പോകാതെ, അയൽവക്കത്ത് പോലും പോകാതെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോയി ഇത്തരത്തിൽ ഒരു വിഷയം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ശരി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണം മോഷണം പോയത് മുതൽ ഇന്ന് ഈയിടയ്ക്ക് കണ്ടുപിടിച്ച സാഹചര്യത്തിലല്ല, വർഷങ്ങൾക്ക് മുമ്പേ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയതു മുതൽ തന്ത്രിക്ക് ഇവരുമായി കൃത്യമായ കോണ്ടാക്ട് ഉണ്ടെന്ന് ഏറെക്കുറെ തെളിഞ്ഞിട്ടുള്ള വാസ്തവമാണ്, സത്യമാണ്. ഈ സത്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ED കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ട എന്നൊന്നുമല്ല, കൃത്യമായി ED അന്വേഷിക്കണം, സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. കാര്യം ഇത്രയും നാളും ഭക്തർ, വിശ്വാസികൾ ശബരിമലയിലെ അയ്യപ്പന് വേണ്ടി നൽകിയ ഇത്തരം വരുന്ന സ്വർണങ്ങളും ആഭരണങ്ങളും കാശായാലും എന്തായാലും ശരി, അതൊക്കെ കട്ടുമുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസികളുടെ വിശ്വാസത്തെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായും അത് പുറത്തു വരേണ്ട. ആരായാലും, അത് ഇനി മന്ത്രിയായാലും ശരി, തന്ത്രിയായാലും ശരി, ആരായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പുറത്ത് വരേണ്ട, അവരുടെ ശരിക്കുള്ള മുഖം മൂടി വലിച്ചു കയറേണ്ട സാഹചര്യം തന്നെയാണ്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ എന്തുകൊണ്ട് തന്ത്രിയുടെ വീട് മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ED കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അജണ്ടകൾ സെറ്റ് ചെയ്ത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ കൃത്യമായ ഒരു ന്യായീകരണം, വിശദീകരണം ഈ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ED ഇത്തരത്തിൽ തന്ത്രിയെ മാറ്റി നിർത്തി ബാക്കിയുള്ളവരുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയതിനുള്ള ഒരു വിശദീകരണം സമൂഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയത് തന്ത്രി അടങ്ങുന്ന ഒരു
ഗ്യാങ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി അറിയേണ്ടത് ഇത്തരത്തിൽ ഇഡി പോലും തന്ത്രിക്ക് വേണ്ടി കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ തന്ത്രിയുമായിട്ട് കൊലകൊമ്പന്മാർക്ക് ബന്ധമുണ്ടോ എന്നതാണ്. അത് കൃത്യമായി പറയാം, BJPയുമായിട്ട് കൃത്യമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ എന്തായാലും ശരി, EDയുടെ ഈ നുണുക്ക് പരിപാടി എങ്ങനെയെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നശിപ്പിക്കുക എന്നുള്ള, നിലപാടുകളെ നശിപ്പിക്കുക എന്നൊരു ചിന്താഗതിയുമായിട്ടാണ് ED കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളൊരു സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ നിലവിൽ തന്ത്രിയെ സേഫാക്കിക്കൊണ്ട് തന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്യാതെ മറ്റുള്ളവരുടെ, കൃത്യമായി ഇടതുപക്ഷ നേതാക്കന്മാരുടെ വീടുകൾ മാത്രം ടാർഗറ്റ് ചെയ്ത് റെയ്ഡ് ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ സമൂഹത്തിന്, സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, പൂണൂലിട്ട കള്ളനാണ് ശബരിമലയിലെ സ്വർണം കട്ടതെന്ന് തെളിഞ്ഞിട്ടും ഈ വരുന്ന ED, BJPയുടെ അധീനതയിലുള്ള ഈ ED, അവർ വന്നിട്ട് എന്തുകൊണ്ടാകാം തന്ത്രിയുടെ വീടൊഴിച്ച് മറ്റുള്ള ഇടതുപക്ഷ നേതാക്കന്മാരുടെ വീടുകൾ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടത്തിയത് എന്നുള്ളതിലുണ്ട് സത്യത്തിൽ തന്ത്രിയുമായി ആർക്കൊക്കെ ബന്ധമുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ആർക്കൊക്കെ ബന്ധമുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വസ്തുത.